ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം മേക്ക് ഓവർ, ഒരു റൂം മേക്ക് ഓവറായിട്ട് ഒരു ചെറിയ സിമ്പിൾ മേക്ക് ഓവർ ആയിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ വീഡിയോ ഒന്നും അതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ തിരക്കുകളുടെ ഇടയിലൊക്കെയാണ് ഞാൻ ഓരോന്നൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ വിട്ടുപോകും. അങ്ങനെ എനിക്ക് മുമ്പേ ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ ഞാൻ ഒരു വീഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇതെനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാനിതിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സോറി. അത് എന്ന് വെച്ചാൽ വിട്ടുപോയി, അതാണ് സംഭവം. ധ്രുവിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഇതും കൂടെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഇത് ചെയ്തില്ലല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് ഞാനിത് എടുത്തു വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടി വി ഞാൻ ഈ സൈഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്ന ടി വി, അത് ഫുള്ള് ഈ സൈഡിലേക്ക് മാറ്റി. ഇപ്പോൾ ഈ കർട്ടനാണ് ഇവിടെ ഉള്ളത്. ഈ കർട്ടൻ ഈ ഒരു വാൾപേപ്പറിന് ചേരത്തില്ല എന്ന് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും കർട്ടൻ മാറ്റാനുള്ള ഒരു പരിപാടിയില്ല. ഇത് ഒരു 7 റോളാണ് ഞാൻ വാങ്ങിയത്. 7 റോളെന്ന് പറയുമ്പോൾ 2000-ൻ്റെ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു റൂം ചെയ്യാൻ വേണ്ടി 2000 രൂപ എങ്ങനെയായാലും വരും. കാരണം ഒരു റോളിന് 299 രൂപ, അതായത് 300 രൂപ കൂട്ടിക്കോ, 300 രൂപ ഏകദേശം ആവും. ഒരു റോള് കൊണ്ട് മതിയാവുമൊന്നുമില്ല. 7 റോളാണ് ഇത് കംപ്ലീറ്റ് ഒരു വോള് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുവരെ ഇപ്പോൾ ഞാൻ ചെയ്തു. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇത്രയും സൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓരോ ചെയ്യുമ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ആണ് ഞാൻ ചെയ്യുന്നത്. ഞാനത് ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വന്നപ്പോൾ ഈ റൂം വളരെ എന്താ പറയുക, എന്തോ ഒരു ഡൾനെസ് തോന്നി. അപ്പം ഒരു വൈറ്റ് കളർ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് കളർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കുറേ ആമസോണിലുള്ള വാൾപേപ്പർ എല്ലാം തപ്പിയതിന് ശേഷം കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഈ ഒരു വാൾപേപ്പറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചെറുതായിട്ടൊരു ഷാർപ്പുള്ള എന്തെങ്കിലും സാധനം വെച്ച് അല്ലെങ്കിൽ കസേരയൊക്കെ വെച്ച് നമ്മളിങ്ങനെ നിരക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കീറിപ്പോരും. അത്രയ്ക്ക് സ്ട്രോങ് അല്ല ഇത്. കാരണം അത് നമ്മളൊരു അട്രാക്റ്റീവിന് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഈ വാൾപേപ്പർ ഉള്ള സൈഡ് ഫർണിച്ചറൊക്കെ ഇടുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ട് ഫർണിച്ചറൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് ഗ്യാപ്പിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ മുന്നെയൊക്കെ മേടിച്ച വാൾപേപ്പറിനൊക്കെ നല്ല സ്ട്രോങ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊന്നും പിടിച്ച് വലിച്ചാലൊന്നും കീറുന്ന ടൈപ്പല്ലായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തട്ടുമൊക്കെ ചെയ്ത ഒരു ഷാർപ്പുള്ള എന്തെങ്കിലും വെച്ച് തട്ടിയോ അല്ലെങ്കിൽ കസേര വെച്ചിരുന്നപ്പോൾ അവിടെ ചെറുതായിട്ട് കീറി വന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പായിട്ട് സാധനങ്ങൾ വയ്ക്കുക. ഇവിടെ പിന്നെ ഞാനും മോളും ഹസ്ബൻഡും മാത്രമായത്, കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഇതൊക്കെ സൂക്ഷിക്കേണ്ട. കാരണം അവരൊക്കെ എന്തെങ്കിലും മൂർച്ചയുള്ള സാധനങ്ങൾ പോയിട്ട് ചുരണ്ടോ പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പോയി. ഇവിടെ ധ്രുവിന് പിന്നെ അത് പോയിട്ട് ഇങ്ങനെ കടിച്ച് പറിക്കുന്ന ഒരു സ്വഭാവം. എനിക്ക് അവനൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, അവൻ പോയിട്ട് താഴത്തെ വാൾപേപ്പർ പിടിച്ച് വലിക്കുമെന്നൊക്കെ. പക്ഷെ അവൻ ആ ഭാഗത്ത് അങ്ങനെ പോകാറില്ല. കളിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എന്നാലും ചുമരിനൊക്കെ ഉള്ള അവൻ പോകാറില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ദിവസം കസേര ഇട്ടിട്ട് ചെറുതായിട്ട് അവിടെ ഒരിത് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്ത് കസേര ഇടുന്നൊരു പരിപാടി മാറ്റിയിട്ട്, എനിക്ക് വീടിപ്പോൾ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കണം. അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും പൈസ ചിലവാകും. അത് കുറേ കാലം നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും എന്ത് കാര്യവും. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ടൊക്കെ ചിലവാക്കേണ്ടി വരും. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എമൗണ്ട് ചിലവാക്കണമല്ലോ. പിന്നെ ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കയറി അവിടെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ കുറച്ചും കൂടെ ഉയരമുള്ള ഒരു കയറുന്നൊരു ഇതുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് മുകളിലാണുള്ളത്. അതിൻ്റെ ഇടയിൽ മുകളിലൊക്കെ നല്ല പൊടിയാണ്. എപ്പോഴും അത്രയ്ക്കും തുടച്ച് വൃത്തിയാക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ. കാരണം ഇവിടെ ഒരു സൈഡിൽ വീട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇനി അടുത്ത വീട് പണിയുടെയും പൊളിച്ചു മാറ്റലിൻ്റെയൊക്കെ ഇത് വരുന്നുണ്ട്. ഇനി നല്ല പൊടിയായിരിക്കും. അല്ലാതെ തന്നെ പൊടിയാണ്. കാറ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് എവിടെ നിന്നാണ് ഈ പൊടി വരുന്നതെന്ന് അറിയില്ല. ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ
ഡെയിലി വൃത്തിയാക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ചെലന്തി വല എത്ര നമ്മൾ ചെയ്താലും പിറ്റേന്ന് അത് വീണ്ടും കാണുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ചെലന്തി വല ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ചൂല് വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ചുമരൊന്ന് നോക്കുകയാണ്. കാരണം എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ കീറിപ്പോരും. അപ്പോൾ അത് നോക്കുകയാണ്. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വാൾപേപ്പർ ഒട്ടിക്കാറുള്ളൂ. ചുമര് നല്ലോണം ക്ലീൻ ചെയ്യുക നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ നോക്കുമ്പോൾ നല്ല പൊടി, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സൺഷെയ്ഡ് ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. ഇത് സാധാരണ എല്ലാവരും കബോർഡുകൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ മുകളിൽ റൂമിൽ വെക്കാൻ ഞാൻ സമ്മതിച്ചില്ല മേസ്ത്രി. താഴത്തെ വീട്ടിലുണ്ട്, പക്ഷേ മുകളിൽ ഞാൻ വെക്കാൻ സമ്മതിച്ചില്ല. റൂമിൽ അത്രയായിട്ട് ബഹളം വെച്ചായിരുന്നു. ഒരു റൂമിൽ ഞാൻ തീരെ അവർ വെച്ചേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ബഹളമായിരുന്നു. നമ്മൾ പറഞ്ഞാൽ ചില പണിക്കാർ പറഞ്ഞ ഒരു വാക്ക് കേൾക്കില്ല, സത്യം പറയാമല്ലോ. പിന്നെ ഞാൻ കുറേ വഴക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് മുകളിലുള്ള അവിടെ ഞാൻ വെക്കാൻ ഒരു വിധത്തിൽ ഞാൻ അവരെ സമ്മതിച്ചില്ല. വെറുതെ കബോർഡ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ മണ്ണ് പിടിക്കാനും പൊടി പിടിക്കാനും ആരും അതിൻ്റെ മുകളിൽ കയറി വൃത്തിയാക്കുന്നത്. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് ഇടാനാണ് എനിക്ക് താല്പര്യം. കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കയറി വൃത്തിയാക്കുകയും ചെയ്യും. കബോർഡൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണ്ടേ കയറി ചെയ്യാനെല്ലാം മടിയും. എത്രയും നമ്മൾ കാലിയാക്കിയിടുന്നോ അത്രയും നമുക്ക് വീട് വൃത്തി ആയിട്ടിരിക്കുകയും ചെയ്യും, വൃത്തിയാക്കാനും എളുപ്പമാണ്. നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളും എത്രത്തോളം കുത്തിക്കയറ്റുന്നോ ഓരോ സാധനങ്ങൾ കബോർഡുകളെല്ലാം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം കബോർഡാക്കുക. കാരണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാധനവും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും അത് തപ്പുന്നത്. പിന്നെ ഒരു സാധനം വെച്ചാൽ എവിടെ, എനിക്കിപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഒരു സാധനം ഭയങ്കര കാര്യമായിട്ട് സൂക്ഷിച്ച് വെക്കും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല എവിടെയാണെന്ന്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഴുതി വെക്കുകയാണ്. ഇപ്പോൾ വാൾപേപ്പർ ഉള്ള സ്ഥലത്താണ് ഞാൻ ടി വി വെച്ചിരുന്നത്. ആ ടി വി ഞാൻ തൽക്കാലം ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് മാറ്റി. ടി വിയിൽ പാട്ടുമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു ജോലി കഴിയും. ഈ റൂം ഫുള്ള് നല്ല അടിപൊളിയായിട്ട് വരികയും ചെയ്യും. പക്ഷേ ഈ വാൾപേപ്പറിൻ്റെ ആ ഒരു പെട്ടെന്ന് കീറിപ്പോകുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. അതിൻ്റെ ഇടയിൽ മോള് വന്നായിരുന്നു. മോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഞാൻ മുകളിൽ കയറുമ്പോൾ ആരെങ്കിലും ഒരാൾ ഉള്ളത് നല്ലതാണ്. ഇപ്പോൾ ഹസ്ബൻഡ് പറയും ഒറ്റയ്ക്കുള്ള സമയത്തൊന്നും മുകളിലൊന്നും കയറരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെന്തിനാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണുമല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാര്യവും ഞാൻ ചെയ്യുന്നതാണ് ഇഷ്ടം ഒന്ന്. പിന്നെ എനിക്കങ്ങനെ മടിയില്ല ഒരു കാര്യം ചെയ്യുന്നതോ ഒന്നുമില്ല. നമ്മളെ വീട് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഇതിന് വേണ്ടി ഒരാളെ തപ്പി പിടിക്കാനോ അവരെവിടെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളൊരു എമൗണ്ട് പറയുമ്പോൾ തന്നെ അവർ നമ്മളെ ശരിക്ക് പറ്റിക്കും. ഇപ്പോൾ ഈ വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ആൾക്കാരെ നിർത്തി നോക്ക്. ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഒരു 2000-2500 രൂപ അവരുടെ കൂലി വേറെ. പിന്നെ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ എനിക്കിഷ്ടമുള്ള ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ ചെയ്തു തീർക്കും. പക്ഷെ അവരാകുമ്പോൾ ഈ ഒരു ദിവസത്തെ കാര്യം അവർ 5 ദിവസം എടുക്കും. അപ്പോൾ അവരുടെ കൂലി തന്നെ ചിലപ്പം 10,000 രൂപയുടെ മേലെയാവും. പിന്നെ ഈ വാൾപേപ്പറിന് ആകെ ഇത്രയും ടോട്ടലിന് 2,000 രൂപയായിട്ടുള്ളൂ. അപ്പോൾ അവരുടെയും കൂടി ആകുമ്പോഴത്തേ 15,000 രൂപയുടെ മേലെയാവും. അപ്പോൾ അതിൻ്റെ കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇപ്പം നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു എന്നുള്ള സന്തോഷം ഒരു സൈഡ്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇത്രയും എമൗണ്ടൊന്നും കൊടുത്തിട്ട് നമ്മൾ പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പറ്റിക്കും. ഇത് ഒരു പ്രാവശ്യം കണ്ട ആൾക്കാർ എൻ്റെ അടുത്ത് ഇവിടെയുള്ള പണിക്കാർ വന്നിട്ട് പറഞ്ഞു ഇത് 25,000 രൂപ അവർ മേടിക്കും ഇത് മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ പൈസ കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു 4 റൂം ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു ഇതാണ്. പിന്നെ എനിക്ക് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം. അതെന്ത് കാര്യമായാലും. അപ്പോൾ ഇത്രയും സൈഡ് ചെയ്യാനുണ്ട്. അത് കുറച്ച് സമയമെടുത്തു. ഞാനും കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്ന് കുറച്ച് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് ചെയ്തതല്ല, കുറച്ച് ദിവസങ്ങളെടുത്ത് തന്നെയാണ് ചെയ്തത്. എനിക്കെപ്പോൾ ടൈം കിട്ടുന്നു ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഹെൽത്തിലി ഞാൻ ഓക്കെ ആവുമ്പോൾ ഞാൻ പോയിരുന്ന് ചെയ്യും.
അപ്പം ഇന്ന് ഈ മുകളിലങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ബാക്കി പിന്നീട് വേണമെങ്കിൽ ചെയ്യാമെന്നാണ്. മോൾ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് അവളും ഹെൽപ്പ് ചെയ്യും. കാരണം മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണത്തെ കാല് തെറ്റി താഴെ വീഴുകയാണെങ്കിൽ അത് നാളെ വലിയ പ്രശ്നമായി മാറും. നമ്മൾ തന്നെ അനുഭവിക്കണം, മറ്റുള്ളവർക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം മുകളിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നെ തന്നെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ചെയ്യുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്തുന്നില്ലായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. കാരണം ഇവിടെ അങ്ങോട്ടുനിന്ന് എനിക്ക് ഈ അരിക്ക് വെച്ച് എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ എനിക്ക് എത്തുന്നില്ലായിരുന്നു ശരിക്ക്. ആ സൈഡ് ഒട്ടി വരണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയത്. അപ്പോൾ ആലോചിച്ചോടെ ഇന്ന ആലോചനയായിരുന്നു. അതിൻ്റെ മുന്നേ അവിടെയുള്ള ആ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തു. കാരണം അത് സ്ട്രെയിറ്റ് അല്ലായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ ബാക്കിലത്തെ പേപ്പർ ഇളക്കിയെടുക്കാൻ, നമ്മൾ ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഇളക്കിയെടുക്കില്ല, അതേമാതിരിയുള്ള ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ അത് എന്താ പറയുക, ഇളക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് സമയം എടുക്കും. അത് ഇളക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പെട്ടെന്ന് ഇളകി പോന്നോളൂ. അപ്പോൾ അത് ഇളക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആലോചിച്ചു, ഇത് എങ്ങനെ ആ അരിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഒട്ടിക്കും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ പല വഴികളും കാണും അതിന് വേണ്ടിയിട്ട്. അതങ്ങനെ ഒരു ഇതുണ്ട്. എനിക്ക് അന്ന് തന്നെ എല്ലാ കാര്യവും ചെയ്യുകയും വേണം. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചു. അപ്പോൾ അവിടെ ഒട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് മറ്റേ സൈഡ് എനിക്ക് എത്തുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ മോളോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കുറച്ച് വടിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോഴാണ് ഞാൻ റൂമിൽ നോക്കിയപ്പം എൻ്റെ കയ്യിൽ കത്രിക വെച്ചിട്ടാണ് ഞാൻ ആ ഒരു മുകളിലത്തെ ഭാഗം ഒട്ടിച്ചെടുത്തത്. പിന്നീടുള്ള ഭാഗം ഒട്ടിച്ചെടുക്കണേ ഞാനിപ്പോൾ എന്ത് വെച്ച് ഞാൻ ഒട്ടിച്ചെടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. കാരണം അവിടെ ചെയ്യാൻ പറ്റുന്നില്ല ഒരു സൈഡ്. അപ്പോഴാണ് എനിക്ക് റൂമിലുണ്ടായിരുന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു ചൂലാണ്. അപ്പം ഞാൻ നേരെ കുറേ നോക്കി എന്താ ഉള്ളത് നോക്കിയപ്പം അവിടെ നോക്കുമ്പോൾ ചൂല് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ചൂല് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചൂല് വെച്ച് ചെയ്തപ്പോൾ അത് സത്യം പറഞ്ഞാൽ അവിടെ ഒട്ടി കേട്ടോ. കാരണം അത് ചൂലിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡെന്ന് പറഞ്ഞാൽ കുറച്ച് സ്മൂത്തുള്ളതല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നമ്മളെ കൈ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് എൻ്റെ കൈ എത്തുന്നവരെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. അപ്പോൾ ഞാൻ ഒരുവിധം ആ ഭാഗം അങ്ങേ അറ്റം ഭാഗം ഞാൻ ചൂല് വെച്ച് ഞാൻ അതിനെ ഒട്ടിച്ചെടുത്തു എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പതുക്കെ എൻ്റെ കൈ വെച്ച് തന്നെയാണ് ചെയ്തെടുത്തത്. പിന്നെ എനിക്ക് അവിടെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ലാബ് ഉള്ളത് കൊണ്ട് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങനെ തെറിച്ചൊന്നും വീഴില്ല. കാരണം എൻ്റെ കൈ അവിടെ ഫുള്ള് കിടക്കുന്നതുകൊണ്ട് കയ്യിൽ എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു അവിടെ. എന്നാലും മോള് കൂടെ നിന്നിട്ടുണ്ട്. കാരണം ഞാൻ കാലൊക്കെ ഉയർത്തുന്ന കണ്ടിട്ടാണ് മോള് വന്ന് അവിടെ നിന്നത്. അപ്പോൾ എന്തായാലും അത് ആ സൈഡ് ഞാൻ ഫുള്ള് എന്തായാലും ഒട്ടിച്ചെടുത്തതിന് ശേഷം എവിടം വരെ നമുക്ക് വേണോ അത് നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്തിങ്ങെടുക്കുക. അതാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എളുപ്പമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല ക്ഷമ വേണം ഇത് ചെയ്തെടുക്കണമെങ്കിൽ. അത്രയ്ക്കും സമയം നമ്മളെടുത്ത് നമ്മൾ ഫ്രീ ആണെങ്കിൽ മാത്രം ചെയ്യുക. ധൃതിപ്പെട്ട് കാര്യങ്ങളുള്ള സമയത്തോ ബിസിയുള്ള സമയത്തോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മളെ കൊണ്ട് അത്രയും പറ്റില്ല. അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അത് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ടോ? പിന്നെ അവിടേക്ക് ആരും ശ്രദ്ധിക്കാനാണ്, നമ്മൾ മാത്രമല്ലേ എന്നുള്ളൊരിതായതുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ കയറി ചെയ്യാനൊന്നും എനിക്ക് വയ്യ. അങ്ങനെ അതെന്തായാലും വരും. ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിലൊക്കെ കയറി കുറച്ചില്ലെങ്കിൽ ഉയരമുള്ള സാധനമൊക്കെ വെച്ച് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പിന്നെ എനിക്ക് കുഴപ്പമില്ല. അത് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനനുസരിച്ച് അത് കട്ട് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ധ്രുവിനെ അവൾ എടുത്ത് കളിക്കുന്നുണ്ട്. ധ്രുവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ നിന്നുള്ള പീസ് കഷ്ണങ്ങളൊക്കെ താഴെ പോകുമ്പോൾ അവനതെടുത്ത് വായിലിടും. അതുകൊണ്ട് അവൾ എടുത്തതാണ്. അപ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങുന്നവരെ മോൾ അവിടെ തന്നെ നിന്നു. കാരണം അവൾക്ക് കാരണം ഞാൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകണ്ട, ഞാൻ ചെയ്യുന്നവരെ അവിടെ നിൽക്കുക എന്നുള്ള ഇതിൽ അവൾ അവിടെ തന്നെ ആ റൂമിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
ശരിക്കും പറഞ്ഞാൽ ഇവൾക്കിപ്പോൾ കോളേജ് ഇല്ലാത്തത് കൊണ്ട്, കോളേജൊക്കെ കഴിഞ്ഞത് കൊണ്ടാണ് അവൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവളൊന്നും ഉണ്ടാവില്ല. ഇല്ലാത്ത സമയത്താണ് ഞാൻ ചെയ്യാം. ഒറ്റയ്ക്കൊക്കെ ചെയ്തിട്ട് ചിലപ്പം ഹസ്ബൻഡ് വന്ന് കാണുമ്പോഴൊക്കെ എനിക്ക് നല്ല വഴക്കും കിട്ടും. കാരണം ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി ചെയ്തിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ച് വഴക്ക് പറയും. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലോടൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര പ്രൗഡാണ് ആൾക്ക്. ആൾ എന്തിനു വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കും. പിന്നെ ആകെ ഞായറാഴ്ചയല്ലേ വരുന്നത്, ആ സമയത്ത് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരില്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ഈ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ച് എടുക്കണം. കാരണം മുകളിൽ ഇതെനിക്ക് എത്തുന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല ഒരുവിധം. അത് മുകളിൽ അത് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടേ നമ്മൾ ആ പശ എടുക്കാവൂ കേട്ടോ. ഫുള്ളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഒട്ടി കഴിഞ്ഞാൽ നമ്മളെ വാൾപേപ്പർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് ആ സൈഡിൽ നമുക്ക് ഒട്ടിക്കുന്നിടത്ത് മാത്രമായിട്ട് ചെറുതായിട്ട് ഇളക്കാവൂ. ഇളക്കിയതിന് ശേഷം നല്ല അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ എപ്പോഴും ഒന്നിൻ്റെ മുകളിലൂടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങനെ എക്സാക്റ്റൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി നമ്മൾ ഒട്ടിച്ച് താഴോട്ട് വരുമ്പോൾ ഈ 2 വാൾപേപ്പറിൻ്റെ നടുവ് കൂടെ ഒരു ഗ്യാപ്പ് വരും. പിന്നെ എക്സ്ട്രാ പീസൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും കുറച്ച് അതിൻ്റെ മുകളിലൂടെ ഒന്നിൻ്റെ മുകളിൽ അടുത്ത വാൾപേപ്പർ വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ. ഒന്ന് ഒട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടിയിലത്തെ പേപ്പർ പതുക്കെ വലിക്കുക, കൈ വെച്ചിട്ട് നന്നായി. അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡോ ഒരു ATM കാർഡ് പോലത്തേക്കുള്ള കാർഡ് പഴയതുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അത് പതുക്കെ വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് പതുക്കെ കൈ വെച്ച് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്. കാരണം ബബിൾസ് മാതിരി വരും. അപ്പം അത് ശരിക്ക് മാറ്റി പതുക്കെ നമ്മൾ കൈയിട്ടിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അടിവശത്തുനിന്ന് പേപ്പർ പതുക്കെ വലിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ താഴെ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് ഗ്യാപ്പ്, ചിലയിടത്തൊക്കെ ഇതിങ്ങനെ പൊങ്ങി വരും, ഒട്ടത്തില്ല. അപ്പോൾ ശരിക്കും ഒട്ടിക്കുന്ന സമയത്ത് തന്നെ ശരിക്ക് ഒട്ടിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം പിന്നീട് അത് അവിടെ നിന്ന് പൊളിഞ്ഞു പോരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എപ്പോഴും ഒട്ടിക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ കൈ വെച്ച് അമർത്തി ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ കാര്യം ചെയ്തു വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തു വരിക. അവിടെ മുകളിൽ നിന്ന് തന്നെ നേരെ താഴേക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് അവിടെ പകുതി വരെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെനിക്കൊരു ബുദ്ധിമുട്ടായി മാറി കേട്ടോ. ഞാനത് ഭയങ്കര വിഷമിച്ചു. കാരണം അത് പകുതി വരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അത്രയും കട്ട് ചെയ്തിട്ടെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ അടിയിലത്തെ പേപ്പർ കുടുങ്ങിപ്പോയി. അപ്പോൾ അത് ബുദ്ധിമുട്ടായി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുത്തു. ഇനി ഇത്രയും സമയം എടുത്തു കേട്ടോ. ഞാൻ ഈ ഒരു 2 പീസ് നല്ല വൃത്തിയിൽ ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് സമയമെടുത്തു. ഇതൊക്കെ ശരിക്ക് നമുക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള, ഒരുപാട് ഇഷ്ടമുള്ള, നമ്മളുടെ റൂം നല്ല അടിപൊളിയാവണം, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം പറ്റുന്ന ജോലി കേട്ടോ. അല്ലാതെ മടിഞ്ഞിരിക്കുന്നവർക്ക് ഇതൊന്നും സെറ്റാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇത് വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെയ്യാൻ അത്രയും നിങ്ങളെ കൊണ്ട് പറ്റില്ല എങ്കിൽ പിന്നെ ഈ ഒരു പരിപാടിക്ക് പോകണ്ട എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആ 2 ഇത് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ റോള് ഒരു വിധം തീർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡും കൂടെ ചെയ്യാനുള്ള റോളേ ഉള്ളൂ അതിൽ. അപ്പം ഒരു റോളെന്നൊക്കെ പറയുമ്പോൾ കുറച്ച്, ചില വാൾപേപ്പറൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് കാണാം, ചിലത് മേടിക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി എല്ലാം കുറവായിരിക്കും. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഇത് ഫുള്ള് വരത്തില്ല. അപ്പോൾ അതവിടെ കുറച്ച് നേരം അതും കൂടെ ചെയ്ത് നിർത്തിയിട്ട് പിന്നീട് അടുത്ത റോള് ഉപയോഗിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ അത് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ചെയ്യാൻ നല്ല ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്ലാബ് ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്നിട്ട് കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാൻ ആ താഴെ കുറച്ച് ഉള്ളത് ഒന്ന് പൊങ്ങി വന്ന പോലെ തോന്നി. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് ചെയ്യായിരുന്നു. അതവിടെ കട്ട് ചെയ്ത്
അതിനാവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് ഞാൻ അവിടെ നിന്ന് തന്നെ റെഡിയാക്കായിരുന്നു. താഴെ ഇറങ്ങി വന്ന് പിന്നെ ചെയ്യാൻ വയ്യ. പിന്നെ താഴെ ഒന്നാമത് ധ്രുവുള്ളതുകൊണ്ട് എനിക്ക് താഴെ വന്ന് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവനതെല്ലാം വായിലാക്കും. അപ്പോൾ അവിടെ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൈവച്ചിട്ട് എവിടെയൊക്കെ എന്തെങ്കിലും ബബിൾസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഞാൻ കയറി മേശ കുറച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് അടുത്തത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ മോളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അതൊന്ന് നീക്കണം. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നീക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നീക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയും കൂടെ ചെയ്യാമെന്നുള്ള കുറച്ച് ടൈമും കൂടെ അതിനേക്ക് വേണ്ടി മാറ്റി വെക്കാം എന്നുള്ള ഒരു ഇതിൽ. അപ്പം അവിടുത്തെ ഗ്യാപ്പ് എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ മോളോട് ചോദിക്കുന്നുണ്ട്, ആ ഗ്യാപ്പ് ഇനി ഫില്ല് ചെയ്യാൻ എനിക്ക് പറ്റില്ല അവിടെ നിന്ന് കയറിയിട്ട്. അതിന് വേണമെങ്കിൽ മേലെ നിന്ന് അതിനുള്ള ഇതെല്ലാം എടുത്തുകൊണ്ട് പിന്നെയും വരണം. അപ്പം അതൊക്കെ പൊക്കിക്കൊണ്ട് വരികയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം തൽക്കാലം അത് മതിയെന്നും പറഞ്ഞ് മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അയ്യായിരിക്കല്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ടൊന്ന് നോക്കിയപ്പം എനിക്ക് കുറച്ച് ദൂരെ നിന്നൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വലിയ വൃത്തികളൊന്നും തോന്നിയില്ല. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും, പക്ഷേ അല്ലാതെ റൂമിൽ നോക്കുമ്പോൾ വലിയ അങ്ങനെ ആയിരിക്കും ആരും ശ്രദ്ധിക്കത്തില്ലല്ലോ. അപ്പം ശരി വേണ്ട. പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ പിന്നീട് അവിടെയുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്തു. പിന്നെ ഈ ഒരു മുകളിലുള്ള ഭാഗം അങ്ങ് കംപ്ലീറ്റ് ആയാൽ തന്നെ നമുക്ക് ഒരുവിധം മുകളിൽ കയറാണ്ട് ബാക്കി പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ വാൾപേപ്പറിൻ്റെ പകുതിയോളം വരും. പിന്നെ അടുത്ത പീസ് വെക്കണം. അയ്യോ, അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. വീണ്ടും ഒരു പീസ് വെക്കണമല്ലോ എന്നായി. കാരണം ഈ സൈഡ് വെച്ചാലും ആ സൈഡ് വെച്ചാലും ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആകെ അവിടെ പെട്ടെന്ന് ഞാൻ അയ്യോ എന്നുള്ളൊരു രീതിയായി. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വാൾപേപ്പർ അവിടെ വെച്ചിട്ട് അതിനാവശ്യമുള്ളിടത്ത് മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. കാരണം അത് ഫുള്ള് ചെയ്യണ്ടെന്നുള്ളതിൽ. അങ്ങനെ അത് പകുതിയോളം ചെയ്തിട്ട് അവിടെ നിന്ന് വേറെ പീസ് വെക്കാമെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴെ വരെ ചെയ്യുകയാണെങ്കിൽ ആണ് നല്ലത്. പക്ഷെ എനിക്ക് അന്നേരം അങ്ങനെയാണ് തോന്നിയത്. ഞാനത് കട്ട് ചെയ്തു. കാരണം എനിക്ക് അവിടെ നിന്നിട്ട് അത്രയും ഇത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം പിന്നെയെന്ന് വെച്ചാൽ അയ്യോ ഗ്യാപ്പായല്ലോ എന്നുള്ളതായി. അപ്പം മുകളിൽ എന്തായാലും പെട്ടെന്ന് തീർക്കാമെന്നുള്ളൊരിതിൽ ഞാൻ എന്തായാലും ആ വാൾപേപ്പർ ഒരു പകുതി വരെ എൻ്റെ അളവെടുത്ത് ഞാനത് കട്ട് ചെയ്തു. പിന്നെ ഞാൻ ആ പേപ്പർ ഇളക്കാനുള്ള സാഹസത്തിലാണ്. അത് ഇളക്കിയെടുക്കാന്ന് പറഞ്ഞാൽ ഇതുപോലെ ദേഷ്യം വരുന്നൊരു കാര്യം വേറെയില്ല. അങ്ങനെ അത് ഇളക്കിയെടുക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. അത് ഇളക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്തായാലും സ്ലാബിൽ വെച്ചാണ് എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ചെയ്യാൻ ആദ്യം പ്ലാൻ ചെയ്തു. പക്ഷേ എനിക്കെന്തോ അപ്പുറത്തെ സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ചെയ്താൽ കറക്റ്റ് തന്നെ. പക്ഷേ ശരി, ഇപ്പുറത്തെ സൈഡ് ചെയ്യാമെന്നുള്ളത് ഞാനിങ്ങനെ അവിടെ നിന്ന് കൺഫ്യൂഷനായിരുന്നു ഫുള്ള്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ അവിടെ കുറച്ച് മുകളിലായപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു. അത് ബ്ലേഡ് വെച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അത് കട്ടായിട്ട് വരും. അത് അതിൻ്റെ മുകളിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എക്സ്ട്രാ പീസ് കളഞ്ഞതാണ്. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു പീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ പീസ് വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഒരേപോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും വരത്തില്ല. നമുക്ക് ഒരു ഐഡിയ വേണം. നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കൃത്യമായിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ ഇളക്കി കഴിഞ്ഞാൽ ചില സമയത്ത് ഒട്ടത്തില്ല കേട്ടോ. പക്ഷേ പിന്നെ ഒരു ഉറപ്പിലങ്ങ് ഇളക്കിയത്, നല്ല പശ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇളക്കിയതാണ്. പിന്നെ അവിടെ ഒട്ടിച്ചെടുത്തു. എന്തായാലും ഒട്ടി വന്നു കറക്റ്റായിട്ട്, കറക്റ്റ് പീസിൽ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ അത് ക്ലിയറായി. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്ത വാൾപേപ്പറൊക്കെ എനിക്ക് ഈസി ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ ഒരു ദിവസം കൊണ്ടൊക്കെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്നറിയില്ല, ഇത് കുറേ സമയമെടുത്തു. ഭയങ്കര ആയിട്ട് ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കട്ട് ചെയ്യാതെ ചെയ്യണോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എന്തായാലും ഞാൻ ആ ചെറിയ പീസ് അവിടെ കട്ട് ചെയ്തത് കാര്യമായിന്ന് എനിക്കിപ്പോൾ ചെയ്തു വന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. ശരിക്കും ഇതായിരുന്നു ഈസി എന്നുള്ളത്.
അങ്ങനെ ആ ഒരു പീസ് ഞാൻ അവിടെ ഇത് നമ്മൾ അല്ല പതുക്കെ 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 ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതും കൂടെ കഴിഞ്ഞ് ആ ഒരു സൈഡിലുള്ള ആ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞു. അങ്ങനെ അത് ഏകദേശം ഫുൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇതെന്താ ഈ പകുതി പീസ് അവിടെ പകുതി പീസ്, പക്ഷെ അത് അങ്ങനെയൊക്കെ വരത്തുള്ളൂ. നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും വേണമെങ്കിൽ എനിക്ക് ആ ഫുൾ പീസ് അങ്ങനെ താഴെ വരെ ചെയ്യാമായിരുന്നു. പക്ഷേ മുകളിൽ അങ്ങ് കംപ്ലീറ്റ് ആവട്ടെ എന്നുള്ള മനസ്സുകൊണ്ട് അത് ആദ്യം തീർക്കട്ടെ എന്നുള്ളൊരിതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഞാൻ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് ആ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ചെറിയ കുറച്ചും കൂടെ വലിയ കഷ്ണം തന്നെ ഒരു പീസ് തന്നെ എടുത്തിട്ടാണ് ഞാൻ വെച്ചത്. കാരണം നാളെ അവിടെ നിന്ന് ഇളകി പോകണ്ട, ചെറിയ പീസൊക്കെ വെച്ചാൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വലുത് തന്നെ എടുത്തിട്ടാണ് ആ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്തത്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസമാധാനമായി. കാരണം ഏകദേശം ഒരു വിധത്തിലുള്ള മുകളിലേക്കുള്ള ആ ഒരു സംഭവം കഴിയാറായല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ പീസ് കറക്റ്റായിട്ട് അളവെടുത്ത് അത് കട്ട് ചെയ്ത് അത് ഫുള്ള് ഫില്ല് ചെയ്തു. അപ്പോൾ അത് ഫില്ല് ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയായി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ ആ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ എന്തൊക്കെയോ ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്രയും ആയപ്പോൾ തന്നെ റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. പക്ഷെ ഞാൻ ഹസ്ബൻഡിന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതിപ്പം റൂമിൻ്റെ വെളിച്ചം കുറയല്ലോ എന്നൊക്കെ പറഞ്ഞു ഫസ്റ്റ് കണ്ടപ്പോൾ. പക്ഷെ വന്ന് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവിടെ ഒട്ടിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊളുത്തുണ്ട്, ഒരു ഹാങ്ങിങ് ചെയ്യാനുള്ളൊരു കൊളുത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ആ ഹൂക്ക് പോലെയുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കൂടെ കൃത്യമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കുറച്ച് സമയം എടുത്തത്. അപ്പോൾ അതും വരെയും വെച്ച് ഞാൻ കറക്റ്റായിട്ട് അത് ഫുള്ള് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സ്ലാബിൻ്റെ മുകളിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു മാറ്റി അതവിടുന്ന് എടുത്ത് അതിന് എല്ലാം താഴെ ഇടുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ധ്രുവിനെ മോളവിടെ പിടിച്ച് താഴെ ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ താഴെ തന്നെ എല്ലാം എടുത്തിടുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം താഴെ എടുത്ത് വെച്ച് ചൂലും മുകളിലുണ്ടായിരുന്നു, അതും കൂടെ എടുത്ത് ഞാൻ അവിടെ നിന്ന് അതാ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ മുകളിലുള്ള ഫുള്ള് കഴിഞ്ഞു. അവിടെ ഒരു വൈറ്റ് ഹൂക്ക് കാണുന്നുണ്ടാവും. ആ ഹൂക്കിൻ്റെ അടുത്ത് ഒട്ടിച്ചെടുക്കാനാണ് ഞാൻ കുറച്ച് പാടുപെട്ടത്. ഇനി ബാക്കി ഉണ്ടായിരുന്ന ആ വാൾപേപ്പറും കൂടെ അവിടെ നേരെ അങ്ങ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് അതുപോലൊരു ഹൂക്കുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഇതുപോലെ ചെയ്യുമ്പോൾ പിന്നെയും പ്രശ്നമാവും. അത് ഹൂക്കിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു സൈഡും കവർ ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നീട് തോന്നി വേണ്ട, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ചെയ്തെടുക്കാം, അത് കൂടെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരിതായി. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു സൈഡ് ഇത് ചെയ്തു, ബാക്കിയുള്ളത് നമുക്ക് ആ ഒരു സൈഡ് എങ്ങനെയെങ്കിലും ഇത് ചെയ്യാം. കാരണം വെറുതെ വേസ്റ്റാണ് അവിടെ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാൻ ഈ സൈഡിലേക്കുള്ള അതിന് ഒട്ടിക്കാൻ അത് ഇളക്കിയെടുക്കുകയാണ്. അത് ഇളക്കിയെടുത്തിട്ട് അത് സ്ട്രെയിറ്റ് താഴെ വരെ ഒരേ ലെവലിൽ ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് തന്നെയുള്ള തീരുമാനമാണ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി വാൾപേപ്പർ ചെയ്യാമല്ലോ. അപ്പോൾ അത്രയും വോളങ്ങ് തീരുമല്ലോ, നമ്മളിങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്യണ്ടെന്നുള്ളതിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധ്രുവിനെയൊക്കെ അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവനോട് ഞാൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ ഒന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് കടിക്കുവേന്ന്. കാരണം അവൻ കടിച്ച് കീറി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ വാൾപേപ്പർ മുഴുവനും എന്താ പറയുക നാശമായിപ്പോവും. അതൊന്ന് ഇളക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കുന്നത് കേട്ടോ. അത് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ അവിടെ വെച്ചിട്ട് എവിടെ നിന്നാണോ നമ്മൾ കട്ട് ചെയ്തത് ആ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നത്. അന്നേരം അറിയത്തില്ല നമ്മൾ അവിടെ കട്ട് ചെയ്തെന്നുള്ള ആ ഒരു ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ ഓരോന്നായിട്ട്, കാരണം ഇതിനി താഴോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ബബിൾസ് മാതിരി വരും, വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടത്തില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് കുറച്ച് ചെറുതായിട്ട് വലിക്കാവൂ. ചെറുതായിട്ട് വലിച്ച് ഇനി എനിക്ക് എൻ്റെ ഹൈറ്റിനെത്തും. ഇതൊക്കെയാണ് പറയുന്നത്, ഹൈറ്റൊക്കെ വേണമെന്നുള്ളത്.
പക്ഷേ എനിക്ക് ഹൈറ്റ് കുറഞ്ഞില്ല, എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷേ എനിക്കെന്തോ ഹൈറ്റ് കിട്ടിയില്ല. അതെന്തോ ഹൈറ്റ് ആ സമയത്തൊക്കെ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വിഷമം തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണോ അത് ദൈവം സൃഷ്ടിച്ചതല്ലേ, അത് ഞാൻ സന്തോഷമാണ്. പക്ഷെ ഹൈറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, ഇങ്ങനത്തെ ഇതിൻ്റെ മുകളിലൊന്നും പാഞ്ഞു കയറേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്കവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതത്രയും താഴോട്ടായിട്ട് ഓരോന്ന് പ്രസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ക്ലിയറായിട്ട് കാണുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നത് ചുമരിൽ എന്നുള്ളത്. ക്ലിയറായിട്ട് മനസ്സിലാവണ്ട. അടിവശത്തിൽ കൈ വെച്ചിട്ട് ഞാൻ അകത്തുള്ള പേപ്പർ ഇങ്ങനെ വലിച്ചെടുക്കും. ഇതിങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഇത് ചുമരിൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും എളുപ്പമാണ്, പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല ക്ഷമയോടുകൂടെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആർക്കും ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് എടുത്ത് കൊഞ്ചിച്ചു. അവൻ കുറേ നേരമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവനെ എടുത്ത് കുറേ നേരം ഒന്ന് കൊഞ്ചിച്ച് ഞാൻ കഷ്ടമല്ലേ എന്നെ അത്രയും നേരം അത് എന്നെ നോക്കിക്കൊണ്ടിങ്ങനെ നിലത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനെ ഉമ്മയൊക്കെ കൊടുത്ത് അവനിപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടൈമില്ല. പിന്നെ അവൻ വന്നപ്പോഴാണ് ഈ റൂം മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡേ വന്നത് ശരിക്കും. ഇപ്പം അവന് 2 മാസം കഴിഞ്ഞിട്ട് 3 മാസത്തേക്ക് പോകുന്നൊരു സമയമാണ്. അപ്പോൾ അവന് ഈ കെട്ടിപ്പിടിക്കുന്നൊന്നും അവന് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവനെ നോക്കിയേ, നീ ക്യാമറയെ നോക്കിയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊഞ്ചിച്ച് നോക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അവൻ്റെ ബ്ലൂ കണ്ണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അവൻ്റെ കണ്ണ്. അപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ട് നമ്മളുടെ വാൾപേപ്പർ പരിപാടി. അപ്പോൾ ഇനി താഴെ ഇത്രയും ഭാഗം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവൻ അവിടെ വന്ന് എന്നെക്കൊള്ള ശല്യപ്പെടുത്താനൊക്കെ തുടങ്ങി, അവൻ മാന്തി പിടിക്കാനൊക്കെ തുടങ്ങി. അവിടെ ഇരിയടാ, അടങ്ങി ഒതുങ്ങി ഇരിയടാ എന്നും പറഞ്ഞ് അവനെ ഈ സൈഡിലേക്ക് മാറ്റി ഇരുത്തി. അപ്പോൾ അവിടെ ഇരുന്ന് പറഞ്ഞാൽ കേൾക്കും കേട്ടോ, നല്ല കുട്ടിയാണ്. അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് കൊഞ്ചിക്കും, എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ചെയ്യും. പിന്നെ ഈ ഒരുപാട് നേരം കൈയിട്ട് ഉരയ്ക്കുമ്പോൾ എനിക്ക് കൈക്ക് ഓൾറെഡി പ്രശ്നമുള്ളതാണ്. അപ്പം കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവന് കുറച്ചും കൂടെ സൗകര്യമായിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടി ഞാൻ ആ ടീപ്പോയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ അവനിതൊന്ന് ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ ചെയ്യുന്നേ, ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നേ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ ശരിക്കും ഓരോ കാര്യവും നോക്കി. ജിമ്മി ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് മണ്ണൊക്കെ മാറ്റി ചെടിയൊക്കെ വെക്കുമ്പം കൂടെ വന്നിരുന്നിട്ട് എൻ്റെ കൂടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതേപോലെ ഇവനിപ്പോൾ എൻ്റെ കൂടെയാണ്. ഇതിപ്പം ചെറുപ്പത്തിലേ ഇങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്യുന്നൊക്കെ കണ്ടിട്ട് ഇനി വലുതാവുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് എനിക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഓരോന്ന് പറയുന്നതൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. കുരുത്തക്കേട് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പുറത്ത് പോയി അവന് പേപ്പർ പിടിച്ച് വലിക്കാം, അതിന് വേണ്ടിയാണ് അപ്പുറത്തെ സൈഡ് പോകുന്നത്. അപ്പം ഞാൻ പേപ്പർ കടിച്ച് കഴിഞ്ഞാൽ അവൻ കീറി കഴിഞ്ഞാൽ പിന്നെ വയറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് പോയി നിൽക്കുന്നത്. അപ്പം ഞാനത് എന്തായാലും പേപ്പർ മാറ്റി. കാരണം ആ പേപ്പർ അവൻ്റെ വായിൽ വല്ലതും ആയിക്കഴിഞ്ഞാൽ ചെറിയ വാവയല്ല, ഇറ്റൊക്കെ അത് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളാ ശ്രദ്ധിക്കേണ്ട. ഈ ഒരു പ്രായം എന്ന് പറയുന്നത് എന്ത് സാധനം എടുത്ത് വായിലിടുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സമ്മതിച്ചില്ല. ഞാൻ അവിടുന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ആ പേപ്പർ മാറ്റി. ഞാൻ ആ പേപ്പർ കണ്ടപ്പോൾ അതാണ് ലക്ഷ്യം. പിന്നെ ഞാൻ ആ കട്ട് ചെയ്യുന്ന ബ്ലേഡ് അതെല്ലാം അവന് വേണം. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഇടക്കിടക്ക് വന്ന് ബഹളമാണ്. അപ്പം ഞാൻ അവനെ ഇങ്ങനെ നീക്കി കുറച്ച് നേരം അവൻ്റെ അടുത്ത് ഗുസ്തി കളിക്കും, അവൻ്റെ അടുത്ത് കൊഞ്ചി കളിക്കും. അവനും ബോറടിക്കത്തില്ലല്ലോ, എനിക്കും ബോറടിക്കത്തില്ല. ഒരേ ജോലി ചെയ്യുമ്പോൾ നമുക്കും ബോറടിക്കത്തില്ലേ. അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്ക് കൊഞ്ചൽ, കാരണം ഈ ഒരു പ്രായത്തിൽ സത്യം പറഞ്ഞാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ ഒരു 9 മാസമൊക്കെ കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ പൊക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് കൂടും. അപ്പോൾ നമുക്ക് ഇതുപോലെ പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ നമുക്ക് അതിനെയൊക്കെ എടുത്ത് പൊക്കാനും കുട്ടികളെ മാക്കി എടുത്ത് കിടക്കാനൊക്കെ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് ഉള്ള സമയമൊക്കെ അവനെ കാണുമ്പോൾ ഞാൻ കളിയായി, അവന് ഭയങ്കര ഹരമായി. ഞാനിങ്ങനെ ഇടയ്ക്കിടെ എന്താടാന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങോട്ട് ഓട്ടമായി ഇങ്ങോട്ട് ഓട്ടമായി. എന്തായാലും എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് ബോറടിയില്ല അവനുള്ളതുകൊണ്ട്. അതിൻ്റെ ഇടയിൽ അവന് വെള്ളം സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടാവും, വെള്ളം കുടിക്കാൻ പോയിരിക്കുക. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ചെയ്താലും ഏകദേശം താഴെ വരെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ എവിടം വരെ വേണോ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആ വാൾപേപ്പറിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഉള്ള പേപ്പർ കട്ട് ചെയ്തിട്ട് ബാക്കി എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അത് അവിടം വരെ ഞാൻ ഒട്ടിക്കുന്നുള്ളൂ. അത് താഴെ കുറച്ചും കൂടെ ആ വൈറ്റ് വേണ്ടാന്ന് പറഞ്ഞു, അവിടെ നേരെ മതി. അപ്പം അത് കഴിഞ്ഞു. അപ്പം എന്തായാലും ആ ജോലി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങ് എന്താ പറയുക, കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് ഒരു തളർച്ചമാര് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം അവൻ്റെ അടുത്തിരുന്ന് കളിയായിരുന്നു. അവൻ ആ പേപ്പറിൻ്റെ പീസ് കാണുമ്പോൾ അന്നേരം ഓടി വരും. അപ്പോൾ ഞാനത് ഏതായാലും ആ പേപ്പർ ചുരുട്ടി അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ച് അവൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പിണങ്ങിയൊക്കെ പോയി ഇരിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ വഴക്ക് പറഞ്ഞ അപ്പം പോയി കുറച്ച് ദൂരമൊക്കെ പോയി ഇരിക്കും. കളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ വന്ന് അപ്പോൾ പേപ്പർ പിടിക്കാനിതാ എൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ പേപ്പർ കടിച്ച് പിടിക്കാനുള്ള മേളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ മതിയാവത്തില്ല, നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല. അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ അവൻ എന്താ വിചാരിക്കുന്നത്, എനിക്ക് പേപ്പർ കിട്ടി, എന്ന സന്തോഷമാണ് അവന്. അപ്പോൾ അത് കടിച്ച് പറിച്ച് ഒരു പീസ് അങ്ങ് പോയാൽ മതി, പിന്നീട് വയറുവേദന വരും. പിന്നെ നമ്മൾ തന്നെ പാടുപെടണം അതിനെ നോക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് കെയർ ചെയ്യും കേട്ടോ. പിന്നെ അവനെ ഇങ്ങനെ താരാട്ട് പാടി ഊഞ്ഞാലാട്ടി ഇതൊക്കെ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കുക, അതല്ലേ പറഞ്ഞത്. ഇപ്പോഴേ ഇവനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കിട്ടൂല, അവന് നിൽക്കൂല, അവന് കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമില്ലാത്തൊരുത്തനാണ്. നമ്മളെ ജിമ്മുക്കുട്ടീൻ്റെ മാതിരി തന്നെയാണ് സംഭവം. ഇവരൊക്കെ ഒരു വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനൊന്നും പണി നമ്മൾ ഓടിയാൽ പോലും കിട്ടില്ല, കൂടെ നിൽക്കില്ല. അങ്ങനെ ഒരു ഇത് നാസ്കി പ്രത്യേകിച്ച് ഭയങ്കര എനർജിയാണ്. അപ്പം അവനുമായിട്ട് കുറേ നേരം കളിച്ച് ഞാൻ അങ്ങനെ സമയം കളഞ്ഞു, കുറേ നേരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡോഗിനെ വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്താണ് ഇവനിപ്പം വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടില്ലേ, അവൻ്റെ കളി കണ്ടില്ലേ. ഇത് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമല്ലേ. നമ്മൾ ടൈം പോകുന്ന അറിയത്തില്ല. നമുക്കെന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കത്തില്ല. നമ്മൾ അന്നേരം ഇവൻ്റെ കാര്യങ്ങൾ ഇവൻ കാണിക്കുന്നത് ഇതുകൊണ്ട് കുറേ ചിരിക്കുക, ഒരുപാട് നേരം ഇരുന്ന് മനസ്സ് തുറന്ന് ചിരിക്കുക. എന്തായാലും കുറച്ച് നേരം അവനുമായിട്ട് നല്ല കളിയായിരുന്നു. അങ്ങനെ അവനുമായിട്ടൊക്കെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന് പിറകിൽ നിന്ന് കുറേ നേരം നോക്കി. അപ്പം ഒരുവിധം എനിക്കിഷ്ടമായി. എന്തായാലും ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത് വന്നത് കുറച്ച് വളഞ്ഞിട്ടാണ് വന്നത്. എന്നാലും സാരമില്ലാതെ മറ്റേത് അടുത്ത വാൾപേപ്പർ വരുമ്പോൾ അഡ്ജസ്റ്റായി പോയിക്കോളും. കാരണം അത് മുകളിൽ നിന്ന് വന്നത് നമ്മൾ കറക്റ്റായിട്ടല്ല വന്നത്. അത് മുകളിൽ നിന്ന് നമ്മൾ വെച്ച് നോക്കി എടുക്കണമായിരുന്നു. അത് അന്നേരം അത്ര ശ്രദ്ധിച്ചില്ല. ശരി, കുഴപ്പമൊന്നുമില്ല, നമുക്കത് അത്ര അറിയത്തൊന്നുമില്ല. പിന്നെ ചുമരിൻ്റെ വ്യത്യാസം ഉണ്ടാവും നമുക്ക്, അതുകൊണ്ട് മാത്രമാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവിടെയുള്ള കച്ചറകളെല്ലാം മാറ്റാമെന്ന് വിചാരിച്ചു. ഇല്ലേ പിന്നെ ഇതാ എൻ്റെ ചക്കര മോൻ താഴെ ഇരിപ്പുണ്ട്, എന്തൊക്കെ വായിലാക്കാവോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ചെറിയ സാധനം പോലും അവിടെ നിന്ന് മാറ്റുകയാണ്. പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി കൊണ്ട് കളയാണ്. എന്തായാലും ആ ഗ്യാപ്പ് ഉള്ളത് ഈ സൈഡും ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടുവശത്തുള്ളത് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞിട്ടെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗി തോന്നുന്നില്ലേ? എന്തോ ഒരു ഇവിടെ ഒട്ടിച്ച് വന്നപ്പോൾ ഉള്ള ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേൺ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പാറ്റേണൊക്കെ മാറിയും തിരിഞ്ഞൊക്കെയാണുള്ളത്. പക്ഷെ അങ്ങനെ വരുന്നത്, എത്ര നമ്മൾ അത് ഒന്നിച്ചാക്കാൻ പറ്റിയാലും അത് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതൊന്നും ഒന്നിച്ചാക്കാനൊന്നും പറ്റിയില്ല. അപ്പം അതങ്ങനെയായിരിക്കാം. അങ്ങനെ ഈ ഒരു ക്യാപ്പും കൂടെ ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുൾ മേക്ക് ഓവർ അടിപൊളിയായിട്ട് വരും. അപ്പോൾ അങ്ങനെ അതും കംപ്ലീറ്റായി ഫുള്ള് ചെയ്തു. ഇനി ഞാൻ TV ഒക്കെ മാറ്റി ഉള്ള ഒരു മാറ്റമാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പുറത്തെ സൈഡ് ഞാനൊരു കട്ടിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഓക്കെ, പിന്നെ ഒരു ഗ്രീൻ ഗ്രാസ് ഇട്ടിട്ടുണ്ട്. കാരണം അവൻ ഈ ടൈൽസിൽ അവൻ ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ ഗ്രാസ് ഇട്ട് കൊടുത്തു. ഗ്രീൻ ഗ്രാസും കൂടെ വന്നപ്പം റൂം സത്യം പറഞ്ഞാൽ നല്ല കിടുവായിട്ടുണ്ട് കേട്ടോ, പറയാതെ വയ്യ. TV ഇതാ ഈ സൈഡിലേക്ക് മാറ്റി.
അവന് ശല്യമാവരുത്, അതുകൊണ്ട് മാത്രം. ഇതാ ഈ കാണുന്ന ബുദ്ധൻ്റെ ഇതൊക്കെ ഞാൻ എൻ്റെ കൈ വെച്ച് ചെയ്ത സാധനങ്ങളാണ്. ഈ ഫസ്റ്റ് ചെയ്ത നെറ്റിപ്പട്ടമാണ്. ഈ പച്ച ബോട്ടിൽ ഒക്കെ ചെയ്ത പൂവെല്ലാം ഞാനാണ് ചെയ്തത്. ഇത് ഞാൻ വേസ്റ്റ് പൈപ്പ് വെച്ചിട്ട് ഉണ്ടായിരുന്ന പൈപ്പ് വെച്ച് ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല രസമല്ലേ? അത് വേസ്റ്റായിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലെന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ ഒരു ഫ്ലവർ സ്റ്റാൻഡൊക്കെ മേടിക്കാൻ എത്ര പൈസ? ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാ ഈ കാണുന്നത്, ഇത് നമ്മളെ ലൈറ്റ് കളഞ്ഞു പോയ ലൈറ്റിങ്ങും കാര്യങ്ങളും ഇതെല്ലൊക്കെ ഞാൻ വേസ്റ്റ് സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം എൻ്റെ കൈവച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഈ സൈഡിലുള്ള, ഇത് ഞാൻ വായിക്കുന്ന ബുക്കുകൾ ആണ്. ഇവിടെ ഒരു കിടക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ അവൻ്റെ ബെഡ്, അവൻ്റെ കളി സാധനം ഒക്കെ ഈ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അവൻ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗ്രീൻ ഗ്രാസും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. അവൻ ഫസ്റ്റ് ഗ്രീൻ ഗ്രാസ് കണ്ടപ്പോഴത്തേക്ക് പിന്നെ യൂറിനൊക്കെ വന്ന് ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ച് കൂടി കൊടുത്തു. അപ്പോഴത്തേക്ക് പിന്നെ അവൻ നല്ല കുട്ടിയായിട്ട് സൈഡിൽ പോയി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പഠിച്ചു കേട്ടോ. നല്ല മോനാ. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ വാവയാണ്. അപ്പം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് 2-3 പ്രാവശ്യം നമ്മൾ വിരട്ടുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവും. എന്തായാലും അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ഭയങ്കര കളിയാട്ടോ. ഇപ്പോൾ അവൻ എൻ്റെ കാല് കടിക്കാനാണ് ഈ വരുന്നത്. ഞാൻ എൻ്റെ ക്യാമറ വരുന്നതിനനുസരിച്ച് അവൻ എൻ്റെ കാല് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓടി ഓടി വരുന്നത്. കാല് കടിക്കാൻ എന്തൊരു കാര്യം. അങ്ങനെ ഞാൻ ബെഡ് ഇട്ട് കൊടുത്തു. മൊത്തം എന്നെ കടിയായിരുന്നു. അങ്ങനെ ഞാൻ ബെഡ് ഇട്ട് കൊടുത്തു. ബെഡിൽ ഇതുപോലെ ഇത് വലിച്ചിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കടിച്ച് പറിക്കാനൊക്കെ നോക്കും. അപ്പം ഞാൻ പിന്നെ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കും. അവൻ്റെ കളി സാധനം എടുത്ത് അങ്ങ് കൊടുക്കും. അതിൽ നിന്ന് കളി സാധനം എടുത്ത് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിരുന്ന് കളിക്കും. ഉണ്ടോ? ഇതെൻ്റെ ജിമ്മുക്കുട്ടിയുടെ ബോളാട്ടോ. എനിക്ക് എപ്പോഴും ആ ബോൾ കാണുമ്പോൾ എൻ്റെ ജിമ്മൂസിനെ ഓർമ്മ വരിക. സത്യം പറഞ്ഞാൽ ജിമ്മൂനൊന്നും ഇതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. ആ സമയത്തൊക്കെ ഞങ്ങളെ വീട് പണി നടക്കുന്ന സമയമായിരുന്നു അവൻ വന്നത്. ഇത് എന്നിട്ടും അവൻ എൻ്റെ കാല് കടിക്കാനാണ് അവന് ഹരം. എൻ്റെ അടുത്ത് കളിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ബെഡ് കടിച്ച് പറിക്കുക. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ബെഡ്ഷീറ്റ് ഇട്ട് കൊടുക്കാം. അവൻ അത് കാണുമ്പോൾ എന്തോ ഒരു കടിക്കാൻ ഭയങ്കര ഹരമാണ്. അപ്പം ഞാൻ എല്ലാ കളി സാധനവും അവൻ്റെ മേലിട്ട് കൊടുത്തു. അവന് ഭയങ്കര സന്തോഷം. ഞാൻ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഗ്രാസും ഒക്കെ വന്ന് അവൻ്റെ ഇത് ബെഡൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവന് എന്താണെന്ന് തിരിയുന്നില്ല. അപ്പോൾ ഒരു സൈഡ് വരെയുള്ളൂ, ഒരു സൈഡേ ഇട്ടിട്ടുള്ളൂ. അവന് കളിക്കാനുള്ള സ്ഥലവും നമ്മൾ ആ സൈഡിൽ ടി വി കാണാനുള്ള, അപ്പോൾ ടി വി കാണാനുള്ള സൗകര്യം അതൊരു സൈഡ്. അവനൊരു സൈഡ് അവൻ്റെ കാര്യങ്ങളും അവൻ്റെ കളിയും ഒക്കെ ആയിട്ട് അവനൊരു സൈഡ് പോകും. അപ്പോൾ അവനുള്ള റൂമുമായി, നമുക്കുള്ള ടി വി റൂമായി. എന്തായാലും ഞാൻ ഹാളിൽ നിന്ന് ടി വി അകത്തേക്ക് മാറ്റിയതാണ്. അപ്പോൾ നല്ല സൗണ്ടോടുകൂടെ നമുക്ക് ടി വി മൂവിയൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇത് ഇവന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. ഈ മാറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പം നിലത്തെല്ലാം മറയും. അപ്പോൾ അവിടെ എല്ലാം വെള്ളം ആക്കിയിട്ട് ആ വെള്ളം ചവിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൽ നിന്ന് ഉണങ്ങി അങ്ങ് പോകും. അങ്ങനെ ഉള്ളൊരു മാറ്റാണ്. അപ്പോൾ അതും കൂടെ മേടിച്ച് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്നറിയോ ഡോഗിനുള്ളത്. അപ്പോൾ അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നല്ല ഈസിയാണ്. അതിൽ വെള്ളം നിറച്ചങ്ങ് വെച്ച് കമത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവൻ വെള്ളം കുടിച്ച് തീരുമ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിറഞ്ഞോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്ക് ഓവറൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവൻ അവിടെ ഇരുന്ന് കളിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അവൻ്റെ വിശേഷങ്ങളുമായിട്ടും എൻ്റെ പുതിയ പുതിയ മേക്ക് ഓവറുകളുമായിട്ടും ഒക്കെ നമുക്ക് വരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ഇടാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഒരുപാട് ലൈക്സ് വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷോർട്സിലാണ് കൂടുതൽ എനിക്ക് വ്യൂസ് ഉള്ളത്. അപ്പോൾ വീഡിയോ കണ്ട അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.